രാജ്യത്ത് പാകിസ്ഥാൻ വാദം ഏറ്റവും കൂടുതൽ ഉന്നയിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നാണെന്ന് മുതിർന്ന CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി. ഇതിന് ചുക്കാൻ പിടിച്ചത് മുസ്ലിം ലീഗ് ആയിരുന്നുവെന്നും പാലോളി. CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സുവനീറിലായിരുന്നു മുൻ മന്ത്രിയുടെ ലേഖനം. സൗമ്യദീപ്തം പാലോളി ജീവിതം എന്ന തലക്കെട്ടിലുള്ള അഭിമുഖത്തിലാണ് മുൻ മന്ത്രി കൂടിയായ പാലോളി മുഹമ്മദ് കുട്ടിയുടെ ലേഖനം. പാകിസ്ഥാൻ വാദം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉന്നയിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നാണെന്നായിരുന്നു ലേഖനത്തിന്റെ സത്ത. എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് മലപ്പുറം ജില്ലയിൽ കൂടുതൽ അപ്രമാദിത്വം എന്ന ചോദ്യത്തിനുള്ള മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ തുറന്നുകാട്ടിയത്. മുസ്ലിം ലീഗാണ് അക്കാലത്ത് പാകിസ്ഥാൻ വാദത്തിന് നേതൃത്വം നൽകിയിരുന്നത്. അതിനാൽ മുസ്ലിം ലീഗ് പാകിസ്ഥാൻ അനുകൂലവാദികളായിരുന്നു. ഭിന്നിപ്പിക്കുക എന്നത് ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം കൂടിയായിരുന്നു. അതിനാൽ അവർ പാകിസ്ഥാൻ വാദം ഉന്നയിച്ച മുസ്ലിം ലീഗിനെ പിന്തുണച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ ഹിന്ദുക്കൾ ഭരിക്കുമെന്നും മുസ്ലിങ്ങൾക്ക് ജീവിക്കാനാകില്ലെന്നും അന്നത്തെ മുസ്ലിം ലീഗ് നേതാവ് സീതി സാഹിബ് പറഞ്ഞിരുന്നതായും പാലോളി ചൂണ്ടിക്കാട്ടുന്നു. പാകിസ്ഥാൻ കിട്ടിയേ തീരൂ എന്നായിരുന്നു ലീഗിന്റെ ആവശ്യമെന്നും സുവനീറിൽ കുറിച്ചു. അന്നത്തെ മലബാറിലെ പ്രധാന മുസ്ലിം ലീഗ് നേതാക്കളെല്ലാം പൊതുവേദിയിൽ ഈ വാദം ഉന്നയിച്ചു. ഹിന്ദുക്കൾ വലത്തോട്ടാണ് മുണ്ട് ഉടുക്കുക, മുസ്ലിങ്ങൾ ഇടത്തോട്ടും. ചാണകം ഹിന്ദുക്കൾക്ക് പുണ്യമാണ്, മുസ്ലിങ്ങൾക്കാണെങ്കിൽ നജസും. ഇങ്ങനെ വൈരുദ്ധ്യമുള്ളവർ എങ്ങനെ ഒരുമിച്ച് ഭരണം നടത്തുമെന്നായിരുന്നു സീതി സാഹിബ് ചോദിച്ചിരുന്നത്. പാലോളി കൂട്ടിച്ചേർത്തു. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.